ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു ചലഞ്ചുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഇതുപോലെ നിരവധി ചലഞ്ചുകൾ അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഫലം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകളെല്ലാം. ഇപ്പോൾ നിങ്ങൾ സയൻസ് എടുക്കുന്നതും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ പണിയെടുത്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന ഉത്തമ ബോധ്യം തന്നെയാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാ സയൻസ് പഠിക്കുന്ന മാത്സ് കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഒരു കിഡ്ലൻ സ്റ്റഡി ചലഞ്ചാണ് പറയാൻ പോകുന്നത്. കാര്യം മറ്റൊന്നുമല്ല, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് +1നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. A+ നേടുക, ഫുൾ മാർക്ക് നേടുക എന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യവുമല്ല. പിന്നെ എങ്ങനെയാണ് നമ്മളിത് സ്കോർ ചെയ്യാൻ പോകുന്നത്? അതിനാദ്യം തന്നെ ചാപ്റ്റേഴ്സിനെ പറ്റിയ ഒരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ വേണം. അതാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഏറ്റവും ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള, ഒരു തവണ തന്നെ ക്ലാസ് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് സെറ്റ്സ് എന്ന് പറയുന്നത്. എന്നാലും അതിൽ തന്നെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്നാണോ വീഡിയോ കാണുന്നത് അതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് ഈ സ്റ്റഡി ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ മുഴുവൻ ദിവസവും, അതായത് നിങ്ങൾ ഒരുപക്ഷെ സ്കൂളുണ്ടാവും, സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള മുഴുവൻ ദിവസവും, അതായത് ഏകദേശം ഒരു 3-4 മണിക്കൂർ മിനിമം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി മാറ്റി വെക്കണം. ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ലെങ്ത് ഉള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾ എക്സ്ട്രാ വർക്കുകൾക്ക് വേണ്ടി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. അപ്പം രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, കമ്പാരിറ്റീവ്ലി എളുപ്പമാണെന്ന് ഫീൽ ചെയ്യെങ്കിൽ പോലും കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന അടിപൊളി ചാപ്റ്റർ. അതിൽ ഗ്രാഫിൻ്റെ ഭാഗവും അതോടൊപ്പം തന്നെ ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ. ഈ 2 ഭാഗങ്ങളാണ് കുറച്ചൊരു ടഫായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ആ ഭാഗത്ത് നിങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി സമയം കണ്ടെത്തിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ റിവൈസ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഇതിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അതെടുത്ത് കാണാം. ഇനി അല്ലെങ്കിൽ ആപ്പിലൊക്കെ സൈലം കിങ്സ് ബാച്ചിലൊക്കെ ഉള്ള കുട്ടികളും അതോടൊപ്പം തന്നെ സൈലത്തിൻ്റെ അഗ്നി ബാച്ചിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ആപ്പിൽ തന്നെ ഇതിൻ്റെ റിവിഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, അതെടുത്ത് കാണാം. ഏകദേശം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ 2.5 മണിക്കൂർ മതി. ആ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ 2.5 മണിക്കൂർ മതി. പക്ഷേ സെറ്റിനെ പോലെ 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചാൽ ഒരു പക്ഷേ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവണമെന്നില്ല, അത് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാനുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. അതായത് ഈ 2 ദിവസത്തിനകം 10 മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട്, ഇനി അത്രയധികം വരികയാണെങ്കിൽ 3ാമത്തെ ദിവസത്തിലേക്ക് കടന്നുകൊണ്ട് ഒരു 2-3 മണിക്കൂർ നിങ്ങൾക്ക് 3ാമത്തെ ദിവസത്തിന് എടുത്തിട്ട് നിങ്ങൾ ഈ ടോട്ടൽ മാക്സിമം 3 ദിവസമാണ്. ആ 3 ദിവസത്തിനകം ഈ 2 ചാപ്റ്ററിലെയും മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ചാപ്റ്റർ കംപ്ലീറ്റ് കോൺസെപ്റ്റും വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളത് പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ. ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ തരാൻ പോകുന്ന സ്റ്റഡി ചലഞ്ച്. അപ്പോൾ നിങ്ങൾക്കൊരു ഫീൽ ഉണ്ടാവും, ഇത്രയും ചെറിയ സ്റ്റഡി ചലഞ്ചാണോ തരുന്നതെന്നുള്ളത്. അവിടെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ ആകെ പഠിക്കാനുള്ളത് 17 ചാപ്റ്റേഴ്സാണ്. ഓണം എക്സാമിന് മിക്കവാറും നിങ്ങളുടെ സ്കൂളിൽ നടത്താൻ പോകുന്നത് 4 ചാപ്റ്റേഴ്സ് വരെ ആയിരിക്കും. ചിലപ്പോൾ കൂടുതൽ സ്കൂളുകളും ട്രിഗണോമെട്രി വരെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആപ്പിൽ ട്രിഗണോമെട്രി ഇപ്പോൾ എടുക്കാത്തത് കൊണ്ട് തന്നെ, അതേപോലെ തന്നെ പബ്ലിക്കിൽ നമ്മൾ ലൈവ് പോകാത്തത് കൊണ്ട് തന്നെ അതിനൊരു സ്റ്റഡി ചലഞ്ച് ഞാനിപ്പോൾ തരുന്നില്ല. ആപ്പിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം അത് ചാപ്റ്റർ കഴിയും. അതിനുശേഷം ഞാൻ അത് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം. അപ്പോൾ 3ാമതായിട്ട് ഞാൻ പറഞ്ഞ ആ ചാപ്റ്റർ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾ സ്റ്റഡി ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 2 ചാപ്റ്റർ വെച്ച് 14 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് +1ൽ പഠിക്കാനുള്ളത്. അങ്ങനെ വെറും 7 ചലഞ്ച് കൊണ്ട് നമുക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനും പറ്റും, ഫുൾ മാർക്ക് നേടാനും പറ്റും. ഇനി ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, 1ാമത്തെ ചാപ്റ്ററിന് പബ്ലിക് എക്സാം ചോദിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 3 മാർക്കാണ്. 2ാമത്തെ ചാപ്റ്ററിന് 7 മാർക്കാണ്. അപ്പോൾ 1ാമത്തെ 2ാമത്തെ ചാപ്റ്റർ മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 60ൽ 10 മാർക്കാണ്. വളരെ വലിയൊരു മാർക്കാണ്. ആൻഡ് 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പരീക്ഷ ചോദിക്കാവുന്നത് 9 മാർക്കാണ്. അതായത് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 19 മാർക്ക് നിങ്ങൾ പാസ്സാവാനുള്ള മാർക്കായി. ബാക്കി 11 ചാപ്റ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ 3 ചാപ്റ്റർ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഈ പറയുന്ന ഓണം എക്സാമിന് സീരിയസ് ആയിട്ട് കാണാത്ത പല ആളുകളുണ്ട്. പക്ഷേ അത് ഏറ്റവും വലിയ മണ്ടത്തരാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഇതെല്ലാം കൂടി പഠിക്കുന്ന സമയത്ത് വലിയൊരു ലോഡായിട്ട് നിങ്ങൾക്ക് ബേർഡനായിട്ട് മാറുന്നതാണ്. സോ അത്തരം സാഹചര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഈ പറയുന്ന 2 ചാപ്റ്റർ പഠിച്ചു തീർക്കും 3 ദിവസത്തിനകം, വിത്തിൻ 3 ഡേയ്സ് ഞാൻ പഠിച്ചു തീർക്കുമെന്ന് വാക്ക് തരുന്ന കുട്ടികളെല്ലാം ചലഞ്ച് എക്സൈറ്റഡ് എന്ന് പറയുക. കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇതുപോലെ കൂടുതൽ ചലഞ്ച് തരാം. വെറും 7 ചലഞ്ച് കൊണ്ട് നമുക്ക് ചാപ്റ്ററിനെ ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരു കോൺഫിഡൻസ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം ന്യൂസ് പ്രിൻറ്റുകളൊക്കെ വാങ്ങി വീട്ടിൽ വെക്കുക. നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൽ എടുക്കാത്ത ആൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ അഗ്നി ബാച്ചിലേക്കൊക്കെ വരാം. അവിടെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അവൈലബിൾ ആണ്. സോ എന്ത് വില കൊടുത്തും മാത്തമാറ്റിക്സിൽ നമ്മൾ ഫുൾ മാർക്ക് നേടുക തന്നെ ചെയ്യും. സോ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ബൈ.